വൈകിട്ട് ഒരു 8:50 കാണും. ഫോണിലേക്ക് ഒരു കോള്, എടാ 9 മണിയാകുമ്പോഴത്തേനും റെഡി ആയിക്കാൻ നമുക്ക് സ്ഥലം വരെയും പോകുന്നു. എവിടേക്കാന്ന് ചോദിക്കാൻ ടൈം അതിൽ അവൻ കട്ട് ചെയ്ത് കേട്ടപ്പോൾ അത് കേൾക്കാത്തപ്പോൾ അത് ഞാനെടുത്തിറങ്ങി നോക്കിയപ്പോഴാണ് കേട്ടവൾ. കൊടുങ്കുട്ടിയാർക്ക് അറിയാൻ പറ്റും രാതിൽക്കാടെ കേട്ടവൾ. അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. സ്ലോട്ട് കഷ്ടപ്പെട്ട് നിൽക്കുന്ന സ്ലോട്ട് കിട്ടി. സ്ലോ കിട്ടി കഴിഞ്ഞാൽ മന്തിക്കുള്ള കാത്തിരിപ്പ്. അങ്ങനെ വെച്ച് മന്തി വന്നു. ഫോട്ടോ എടുക്കാൻ ടൈം ഒന്നുമില്ല. ഇവൻ്റെ വകയാണ് ചെലവ്. അവൻ തന്നെ എടുത്ത് മാട്ടം അടിച്ച്. ഞാനൊരു പീസാടാ വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. പീസൊന്നും ഞാൻ കഴിച്ചില്ല, കാരണം എനിക്ക് താമസം ഇഷ്ടമല്ല. ദീപ്പ കാണിച്ചോണ്ടിരിക്കായിരുന്നു ഹണി ചില്ലി വേണം നിർബന്ധം. ഹണി ചില്ലി മന്തിയും കഴിച്ച് മുഖം പാടിയിരിക്കാട്ടില്ലേ. മധുരവും എരിവും കൂടി ഒരു കലക്കം സാധനം. ഇവന്മാർ പറഞ്ഞാൽ നല്ലതാണ്. ചിക്കൻ കടിച്ച് മേടിക്കണ്ടേ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ല വേണ്ട, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. വീണ്ടും കൂടി അടിക്കുന്നു. എനിക്ക് കഴിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം അവനങ്ങോട്ട് തീർത്ത്. ഇവന്മാരും പറഞ്ഞു നീ പേടിക്കണ്ട, റൈസ് എങ്ങനെ കഴിച്ചോളാം. ഇത് മൂന്നാമത്തെ ട്രിപ്പിൻ്റെ റൈസാണ് വീണ്ടും കൂടി എടുത്ത് മാക്കടിക്കണത്. കുറച്ച് റൈസിൽ മയോണൈസ് കഴിച്ച് മിക്സ് ചെയ്ത് ഞാനങ്ങോട്ട് തട്ടി. കാരണം ഒന്ന് കഴിക്കാണ്ട് പോകണം ശരിയല്ലല്ലോ. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ ദിവനാരും മൈൻഡ് ചെയ്യാനിരിക്കുന്നു. മൈൻഡ് ചെയ്യല്ല, അവനങ്ങനെ പൊതുവെ മിണ്ടണില്ല. അങ്ങനെ കോള വെച്ച് ഞാനാണ് അങ്ങനെ കോള കഴിച്ച് വേറെ ഒതുക്കിയിട്ട് കുറച്ചും കൊണ്ട് റൈസ് കഴിക്കാനുള്ള തന്ത്രപ്പല്ലേ. എനിക്കാണെങ്കിൽ ഇറങ്ങണില്ല. ഇവനാണെങ്കിൽ കോള പിശുക്കി വയ്ക്കണം. വേണമെന്ന് വെച്ചിട്ട് തരണില്ല കണ്ടില്ലേ. എനിക്ക് വെച്ച് നീട്ടിയിട്ട് വേറെ ഒന്നിന് കൊടുത്ത് ഞാൻ ഇവനൊന്നും മിണ്ടില്ല. അതേ മിണ്ടാത്തവരാണ് കൈയിട്ട് വാരി മാക്കും. കണ്ടാലറിയോ ഇത്രയും കഴിക്കുന്നു. ഇതൊന്നായിരുന്നു വീടിൻ്റെ ഏടാ അങ്ങനെ പറ കഴിക്കണം. പക്ഷേ ഞാൻ മതിയാക്കി ഞാൻ എഴുന്നേറ്റ്. കാരണം കഴിക്കാൻ പറ്റണ്ടേ. 2 റൗണ്ട് നടന്നിട്ടോ തിരിച്ച് ഞാൻ അവസാനിപ്പിച്ച്. ഇവനാണെങ്കിൽ ഒരു രക്ഷയില്ല, അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നു. എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലാവില്ല. നല്ല സംസാരം. ഞാൻ പറയട്ടെ കോളേജ് അവിടെ വയറൊന്നും ഒതുക്കാനാണ് മൈൻഡിൽ ചെയ്തില്ല. അവൻ കോളേ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നു. വിഷമത്തിൽ ഞാൻ വീണ്ടും അങ്ങോട്ട് എഴുന്നേറ്റ് നടന്ന് വന്നാണ് ഞാൻ. പാർസലാന്ന് വെച്ചിട്ടുണ്ട്. ബില്ല് വന്നപ്പോൾ കാര്യം എന്ത് ചെയ്ത് 970 രൂപ. അത് കേട്ടാ അതേപടി ഞാൻ അവിടെ മടക്കി വെച്ചിട്ട് ഞാൻ പതുക്കെ എഴുന്നേറ്റ് അങ്ങോട്ട് നടന്നു. കൈയെടുക്കാൻ പോയി. കൈയെടുക്കിട്ട് പതുക്കാണ് വലിയെന്ന് വെച്ച്. ബില്ല് കണ്ടപ്പോൾ എനിക്ക് കിളി പോയി. അവൻ്റെ ചിലവല്ലേ, പിന്നെ നമുക്ക് കിളി കൊണ്ട് ആവശ്യമൊന്നുമില്ല. അങ്ങനെ മുഖം കഴുകി നേരെ വിട്ടു. ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ടാറ്റാ ബൈ ബൈ. ഇന്നത്തെ ഇത്രേ ഉള്ളൂ. ഇനിയൊന്നുമില്ല.